കേട്ടടി. പൊന്നി, ഒരു പീസ് എനിക്ക്. അയ്യോ, വിഷ്ണു അച്ഛനും ബർത്ത്ഡേ കേക്ക് കൊടുത്തില്ല. പൊന്നിയനി, എന്താ മോളെ? കേക്ക് വേണം. ദാ എടുത്തോ. എനിക്ക് ആ പീസ വേണ്ടത്. അതെന്തിനാ മോളെ? അത് ആന്റി എടുത്തതല്ലേ? എനിക്ക് ചെറിയുള്ള പീസ് തന്നെ വേണം. അതിങ്ങി കൊടുത്തേക്ക്. അല്ല, എനിക്കിത് വേണം. എന്താ കാർത്തിക ഇത്? കൊച്ചു കുട്ടികളുമായിട്ടാണോ കേക്ക് പീസിന് കടിപിടി? പോരെങ്കി ഇവളിന്നത്തെ ബർത്ത്ഡേ ഗേളല്ലേ? ഇങ്ങി തന്നെ, കൊച്ചു പിള്ളേരെ പോലെ. മോള് കൊണ്ടുവയ്ക്കും. കാർത്തിക വിഷമിക്കാതെ. കാർത്തികയ്ക്ക് ഒരു ചെറി ഞാൻ കിച്ചണിൽ നിന്ന് എടുത്തു തരാം, പോരെ? ഒരു കഷ്ണം കഴിക്കുന്നോ? ശ്രീ, കുഴപ്പമില്ലടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചെറിയ ഡെഡ് ബോഡി ആണേലും മതി. ഞാനൊരു പിശാചാണെന്നായിരിക്കും നീ ഇപ്പൊ കരുതുന്നത്. അതേടി, പിശാചിനേക്കാൾ കഷ്ടമായ ശാലിനിയുടെ കണ്ണീന്ന് ഒരു തുള്ളി നീർ അടർന്നു കാണാൻ പിശാചിനേക്കാൾ മോശക്കാരിയാവും ഞാൻ. ചാവുന്നത് അവളുടെ അനിയത്തിയുടെ കുഞ്ഞല്ലേ. എനിക്കതായാലും മതി. വിഷ്ണുച്ച, കേക്ക്. മോള് കഴിച്ചോ? ഞാൻ വിഷ്ണു അച്ഛന് ബർത്ത്ഡേ കേക്ക് തന്നില്ലല്ലോ. അതാണോ? അല്ലേലും വിഷ്ണു അച്ഛനെ മറക്കുമല്ലോ. ആ, ബർത്ത്ഡേ കുട്ടിയുടെ തൊപ്പി കറക്റ്റല്ലോ. ഈശ്വര, ചതിച്ചോ വിഷ്ണുട്ട്? ഇത് വിഷ്ണു അച്ഛൻ്റെ വക. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ കരുതി നീ എന്നെ മറന്നു കാണുന്ന. അങ്ങനെ മറക്കാൻ പറ്റോ വിഷ്ണു അച്ഛനെ? ഉമ്മ, ഉമ്മ ബാക്കി മോള് കഴിച്ചോ? പറ്റില്ല, വിഷ്ണു അച്ഛൻ തന്നെ കഴിക്കണം. അയ്യോ, ഇതാ. ഓക്കെ. സത്യവാ? പെർഫെക്റ്റ്. ഇതാ കുറച്ചുകൂടെ നല്ലത്. ശാലിനി ജീവിതകാലം മുഴുവൻ ഒഴുകിത്തീരാൻ വിഷ്ണു തന്നെ ചാകണം.
ഇവനിത് എങ്ങോട്ടേ പോകുന്നത്? ശാലിനി, ശാലിനി, പറഞ്ഞു. കേക്ക് കഴിക്കേ. ഞാൻ കഴിച്ചതാ. ഞാൻ തരുന്നല്ലേ. അത് കൊടുക്കാൻ ഇപ്പൊ വേറെ ആളില്ലേ? ശാലിനി, എന്റെ കണ്ണുകളിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കണ്ടോ കാർത്തികേ? അവളെ വിഷ്ണു തന്നെ വിഷം കൊടുത്ത് കൊല്ലണം. വിഷ്ണുവേട്ടൻ പോ, ആൾക്കാർ ശ്രദ്ധിക്കും. ഇനിയിപ്പം പുതിയ കഥയൊന്നും ഇറങ്ങണ്ട. എന്നോട് ക്ഷമിക്കണേ വിഷ്ണുവേട്ടൻ. ബിഗ് ഫ്രണ്ട്, ഹായ്, ചെറിയുള്ള കേക്ക് മോൾക്ക് വേണോ? എനിക്ക് തരുമോ ബിഗ് ഫ്രണ്ട്? മോള് വെച്ചോ. ഇതിപ്പോ എങ്ങോട്ടൊക്കെയാ പോകുന്നത്? മോളെ, എന്താ അമ്മേ? ആ കേക്ക് പീസ് അമ്മയ്ക്ക് തരുമോ മോളെ? അമ്മയ്ക്ക് ഞാൻ തന്നല്ലോ. അത് സാരമില്ല, ഇതിപ്പോ അമ്മയ്ക്ക് താ. അമ്മയ്ക്ക് വേറെ എടുത്ത് തന്നാ പോരെ? അത് പറ്റില്ല മോളെ, അമ്മയ്ക്ക് ഇത് തന്നെ വേണം. എങ്കിൽ ചെറി ഞാൻ എടുക്കും. എടുത്തോ. ദാ, ഇതെന്താണ് ഈ നടക്കുന്നത്? ആ, എനിക്കറിയോ. ഇതെവിടുന്നോ? കേക്ക് പീസിന്നാ. ഇതിനാ വിഷ്ണുവിന് കൊടുത്തല്ലേ? ഇത് എന്റെയാ. ഇന്ന് താ. താ. ഇല്ല, തരില്ല. നിക്ക്. സത്യം നിക്ക്. സത്യം നിക്ക്. ഈ കുട്ടികളെന്താ ഓടിക്കളഞ്ഞത്? ഇനി കുട്ടികളുടെ കയ്യിലാണോ ചെറി? എന്നാ നന്നായി. രണ്ടിലേത് പോയാലും അവള് ശാലിനി നെഞ്ചു പൊട്ടിക്കരയും. എനിക്കത് കണ്ടാ മതി. ഈശ്വര, കുട്ടികള്. രോഹിത്തെ, കുട്ടികളെ കണ്ടോ? അവരാ റൂമിലേക്ക് പോയല്ലോ. ആ, ഞാൻ അവൾക്ക് ഒരാശംസ കൊടുത്തിട്ട് വരാം. എന്താ ശാലിനി, ഒരു പരിചയം ഇല്ലാത്ത പോലെ? ഒന്നുമില്ലേലും 6-7 വർഷത്തിന്റെ ബന്ധമില്ലേ നമുക്ക്? 6 അല്ല 60 വർഷത്തെ പരിചയം ഉണ്ടെങ്കിലും പാമ്പിനെ പേടിക്കുക തന്നെ വേണം. ഏത് നിമിഷവും അത് ആഞ്ഞു കൊത്തും. ഇനി നമുക്കിടയിൽ എന്താ ശാലിനി ശത്രുത? വിഷ്ണുവിന്റെ താലിക്ക് വേണ്ടിയല്ലേ നമ്മൾ രണ്ടാളും മത്സരിച്ചത്?
അതിനിടെ മണ്ണും ചാരി നിന്നവള് കപ്പും അടിച്ചോണ്ട് പോയി. ദേ അവള്. മത്സരം കഴിഞ്ഞു. ഒരാളെ വിജയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മത്സരാർത്ഥികളായി നിന്നിരുന്ന നമുക്കിടയിൽ ഇനി ശത്രുതയുടെ ആവശ്യമില്ല. പരസ്പരം കൈകൊടുത്ത് അവരവരുടെ വഴിക്ക് പിരിയാം. ആ കാർത്തിക എന്ന് പറയുന്ന പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. നല്ല കുട്ടിയാ. വിഷ്ണുവിന് ചേരും. നിന്നെക്കാളും എന്നെക്കാളും. അല്ല, നമ്മളെപ്പോലെ സിവിൽ സർവീസിന്റെ ഭാരമൊന്നും ഇല്ലല്ലോ അവളുടെ തോളിൽ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അനാഥാലയത്തിലൊക്കെ വളർന്ന കുട്ടിയായതുകൊണ്ട് സത്യമ്മ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു വീട്ടമ്മയായി അവൾ ഒതുങ്ങി നിന്നോളൂ. നീ ഇപ്പൊ കാർത്തികയെ പരിചയപ്പെട്ടതേ ഉള്ളൂ അല്ലേ? എന്ന് പറഞ്ഞ വഴി വെച്ച് ഒരു തവണ കണ്ടു. ഒരു വഴി ചോദിക്കുന്നതൊക്കെ അത്ര വലിയ പരിചയം പറയാൻ പറ്റുമോ? മധുശ്രീ, ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ഏറെക്കുറെ അതിന്റെ ചിത്രം എനിക്ക് വ്യക്തമായി വരുന്നുണ്ട്. ആ ചിത്രം പൂർണ്ണമാകുന്നതിന്റെ അന്ന് നിന്നെ തേടി എൻ്റെ ഒരു വരവുണ്ടാവും. നീ എവിടെ പോയി ഒളിച്ചാലും. നീ ഇപ്പോഴും എന്താ ശാലിനി എന്തൊക്കെയോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ? ഇനി നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ അന്വേഷിച്ചു നോക്ക്. ജില്ലാ കളക്ടർ അല്ലേ നീ? പോലീസും എക്സൈസും കസ്റ്റംസും ഇന്റലിജൻസും ഒക്കെ നിന്റെ നിയന്ത്രണത്തിലല്ലേ? അതും അല്ലെങ്കിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്. വീട്ടിലെ കൊല്ലാൻ AK-47 ആവശ്യമില്ല മധുശ്രീ. ഇതൊക്കെ കണ്ടുപിടിക്കാൻ ശാലിനി മതി. അതും ജില്ലാ കളക്ടർ ശാലിനി അല്ല, ഈ രാജ്യത്തെ ഒരു സാധാ സിറ്റിസനായ ശാലിനി. വീട്ടലിയാണോ വ്യാളിയാണോ എന്നൊക്കെ കുഞ്ഞുങ്ങളിലൊന്ന് ചത്ത് മലച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലായിക്കൊള്ളും ശാലിനി. മധുശ്രീയെ മുച്ചോടും ചുട്ടുകളയാമെന്ന് നീ ഇപ്പോൾ വ്യാമോഹിച്ചു. അതും കുറച്ച് നേരത്തേക്ക് മാത്രം. ഞാൻ ഇനി എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം ശാലിനി. ഞാനിതെല്ലാം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് മാത്രം പറയാൻ വന്നതാ. അതും എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന്. ഇറ്റ്സ് ഓവർ ശാലിനി. നമുക്ക് 3 പേർക്കും കൈ കൊടുത്ത് പിരിയാം. ഞാനും നീയും കാർത്തികയും. വിഷ്ണുവേട്ടൻ എൻ്റെ ലക്ഷ്യമല്ല മധുശ്രീ, എൻ്റെ മാത്രം സ്വപ്ന. എനിക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ദൂരം. അത് മറ്റാർക്കും സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുണ്ട് എനിക്ക്. ആ ഉറപ്പില്ല എൻ്റെ പ്രാണവായു നിലനിൽക്കുന്നത്. ഇവിടെ വെട്ടിക്കീറാൻ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ശാലിനി. വഴക്കടിക്കാനല്ല, ഒരാശംസ നേടാനാ ഞാനിപ്പോ വന്നത്. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അവിസ്മരണീയമാകട്ടെ ഈ ദിവസം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം. അതിന് ഇതെന്റെ ബർത്ത്ഡേ അല്ല മധുശ്രീ. ആയിക്കോട്ടെ, ആരുടേതായാലും ഇനി ഒരു ബർത്ത്ഡേ ഉണ്ടായില്ലെങ്കിലോ? അല്ല, ഇനിയൊരു ബർത്ത്ഡേ ആഘോഷം ഇതുപോലെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നാ ഞാൻ പറഞ്ഞത്. 2 കുട്ടികളുടെ ഒരുമിച്ച്. വിഷ്ണുവിന്റെ കല്യാണം കഴിഞ്ഞില്ലേ ശാലിനി? ഇനി നിനക്കിതുപോലെ ഇവിടെ വന്ന് കയറാനും ബർത്ത്ഡേ ആഘോഷിക്കാനും ഒക്കെ സാധിക്കോ? അതിന് സത്യാമ്മ സമ്മതിക്കോ? മധുശ്രീ, ഇതേ വിഷ്ണുവേട്ടൻ ഒരു ജന്മം ഒരാളുടെ കഴുത്തിലേക്ക് കെട്ടുവെന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് സത്യയുടെയും പപ്പയുടെയും ബർത്ത്ഡേ ഇനിയും ഒന്നിച്ചു തന്നെ ആഘോഷിക്കും. അതും സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് തന്നെ.
ഇത്രയും പൊളിഞ്ഞു നിൽക്കുമ്പോഴും ഇവളുടെ ആത്മവിശ്വാസം അപാരം തന്നെ. പക്ഷെ ആ കുഞ്ഞുങ്ങള് രണ്ടുപേരും അടുത്ത ബർത്ത്ഡേക്ക് ഈ ഭൂമിക്ക് മീതെ ഉണ്ടെങ്കിലല്ലേ ആഘോഷം നടക്കുകയുള്ളടി. ബെസ്റ്റ് വിഷസ്. നിന്റെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. ആയുസ്സും ആരോഗ്യമൊക്കെ അനുവദിക്കുന്നത് അവിടുന്നല്ലേ. എങ്ങനെയുണ്ട്? സത്യമ്മേ, ആ എവിടെയായിരുന്നു രണ്ടുപേരും? അപ്പുറത്തുണ്ടായിരുന്നു സത്യമ്മേ. കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ കുഴപ്പമൊന്നും കാണില്ലടി. 1 മണിക്കൂർ കഴിഞ്ഞ് മയക്കം വരും. ഇതിപ്പോ കുട്ടികളായതുകൊണ്ട് അതാരും ശ്രദ്ധിക്കില്ല. ആ ഉറക്കത്തിനിടെ ഹൃദയം പണി മുടക്കും. കൈയും കാലും അനക്കാൻ പോലും പറ്റില്ല. ഇതിപ്പോ കുട്ടികളായതുകൊണ്ട് അതാരും ശ്രദ്ധിക്കില്ല. ചത്ത് മലച്ച് കഴിയുമ്പോഴേ മറ്റുള്ളവരെ തിരിച്ചറിയും. പൂച്ചയോ പട്ടിയോ ഒക്കെ ചാവുമ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ പോലും ആ കെമിക്കല് കണ്ടെത്താൻ പറ്റില്ല. അല്പം കഴിയുമ്പോൾ അതിലൊന്ന് ഡെഡ് ബോഡിയാ. എന്നാലും ഇപ്പോഴത്തെ ചിരിയും സന്തോഷമൊക്കെ കണ്ടോ? ആ അതേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. നമ്മളവരുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ല. ചാവുമ്പോ പോലും. സത്യ, ഇനി നമുക്ക് ഗിഫ്റ്റ് ഒക്കെ എന്താന്ന് തുറന്നു നോക്കാം. വാ. സാർ കൂട്ടോ വാ പൊന്നി. ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവുള്ളൂ കേട്ടാ. ശരി. ആ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനുണ്ട്. ബന്ധുക്കളും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും ഒക്കെ എത്തിച്ചേർന്നതുകൊണ്ട് അതിനുള്ള ഏറ്റവും നല്ല ഒരു അവസരം ഇന്ന് തന്നെ ആയിരിക്കും. ഒരു സന്തോഷ വാർത്ത നിങ്ങളെല്ലാം ഞാൻ അറിയിക്കുകയാണ് കേട്ടോ. വിഷ്ണു, ഇങ്ങ് വാ, ഇങ്ങ് വാ. ഇങ്ങോട്ട് നീങ്ങി നിൽക്കട. വാ മോർണിംഗ് വാ. ദേ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. ഇങ്ങോട്ട്. എന്റെ മൂത്ത മകൻ വിഷ്ണു വിവാഹം കഴിച്ച കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ദേ ഇവള് പേര് കാർത്തിക. അധികാരം അറിയാതെയായിരുന്നു കല്യാണം. ക്ഷണിക്കാത്തതിൽ പലരും പരിഭവം പറഞ്ഞേ.
സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോലും അറിഞ്ഞില്ല. എല്ലാവരുടെയും പരാതിയും പരിഭവം ഒക്കെ തീർക്കാൻ പോവാ. നാടടക്കം എല്ലാവരെയും ക്ഷണിച്ച് അടുത്ത ആഴ്ച വിഷ്ണുവിന്റെയും കാർത്തികയുടെയും വിവാഹമാണ്. ഈ വീട്ടുമുറ്റത്ത് വെച്ച് തന്നെ.